പക്ഷെ ഇപ്പൊ ഗ്യാസ് വരണില്ലേ. ഹലോ, അങ്ങനെ അതെ കുറച്ച് ദിവസം മടിയൊക്കെ പിടിച്ചിരുന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് 1-2 ആഴ്ച ആയെന്ന് തോന്നുന്നു ഞാനൊരു ലോങ് വീഡിയോ ഒക്കെ എടുത്തിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഏട്ടന് നൈറ്റ് ഡ്യൂട്ടി ഉള്ള ദിവസമാണ്. അപ്പോൾ ഏകദേശം ഒരു 12 മണിയായപ്പോൾ ഞാൻ എഴുന്നേറ്റു. ഞാനൊരു 1 മണി 1:30 എന്തോ അലാറം വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ രാവിലെ തന്നെ ഫയർ അലാം അടിച്ച് നമ്മുടെ ഫോണിലെ അലാമിന് മുന്നേ തന്നെ ആ പുള്ളിക്കാരൻ അടിച്ച് എൻ്റെ ഉറക്കം കളഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസം നമ്മുടെ പെരുന്നാളിൻ്റെ ദിവസമാണ് കേട്ടോ. അപ്പോൾ സാധാരണ ഇവിടെ പെരുന്നാളിൻ്റെ ദിവസങ്ങളിൽ എല്ലാവർക്കും ഓഫായിരിക്കും. പക്ഷേ ഏട്ടനൊക്കെ ഹോട്ടൽ ഫീൽഡ് ആയതുകൊണ്ട് അന്നായിരിക്കുമല്ലോ എല്ലാവരും പുറത്തോട്ടൊക്കെ ഇറങ്ങുന്നതും. അപ്പോൾ ഹോട്ടൽസിലൊക്കെ തിരക്ക് അന്നായിരിക്കുമല്ലോ കൂടുതലുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് അവർക്ക് പബ്ലിക് ഹോളിഡേയ്സ് വരുന്ന ആ ഒരു സെയിം ദിവസം തന്നെ അവർക്ക് ഇവിടെ ഓഫ് കിട്ടാറില്ല. വേറെ ഏതെങ്കിലും ഒരു ദിവസം അവർക്ക് PH ആയിട്ട് എടുക്കുകയാണ് അവർ ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഏട്ടന് ഡ്യൂട്ടിക്ക് പോകണം. അപ്പം ഇന്ന് നൈറ്റ് ഡ്യൂട്ടിയാണ്. അപ്പം 5 മണി 4:45 ഏട്ടന് വീട്ടിൽ നിന്ന് പോയാൽ മതി. അപ്പോൾ സാധാരണ അത് പോട്ടെ. അപ്പോൾ ഞാൻ എഴുന്നേറ്റ്, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ 12 മണി 12:30 ആയപ്പോഴത്തേക്ക് ഞാൻ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ഉറക്കം പോയി രാവിലെ തന്നെ. അപ്പോൾ ഞാൻ വിചാരിച്ചു പെരുന്നാളൊക്കെ ആയിട്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വറക്കുകയും പൊരിക്കുകയൊക്കെ ചെയ്ത സമയത്ത് അടിച്ചതായിരിക്കും. എന്തായാലും എൻ്റെ ഉറക്കം പോയി കിട്ടി. അപ്പോൾ തലേ ദിവസം നമ്മൾ കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ ഇല്ലേ, വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അതായത് സ്ഥാനത്തോട്ടേക്ക് ഞാൻ എടുത്ത് വെക്കുകയായിരുന്നു കേട്ടോ. ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഇങ്ങനെ പുറത്ത് കുറേ പാത്രങ്ങൾ ഇരിക്കണത് കാണാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ വെള്ളം കൂടെ തന്നെ നമ്മൾ ഈ കബോർഡിലേക്ക് എടുത്ത് വെക്കുമ്പോൾ ഒരു മണം വരണം. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ വെക്കുക. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ നമുക്ക് തേങ്ങ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ ഏട്ടന് നൈറ്റ് ഡ്യൂട്ടി ആണെങ്കിലും നമ്മൾ എഴുന്നേൽക്കുന്നത് എപ്പോൾ ആണെങ്കിൽ പോലും നമ്മൾ പലഹാരം എന്തെങ്കിലും കഴിച്ചിട്ട്, ദോശ, പുട്ട് അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ടാക്കാറ്. അപ്പം ഈ ഒരാഴ്ച ഏട്ടൻ നൈറ്റാണ്. പക്ഷേ ഈ ഒരാഴ്ച നമ്മൾ ചോറ് കഴിക്കാൻ അങ്ങോട്ട് തീരുമാനിച്ചു. അപ്പം ഞാൻ ചീരത്തോരൻ ഉണ്ടാക്കണം, മീൻ കറി ഇരിക്കുന്നുണ്ട്, മീൻ വറക്കണം, ചോറും തലേ ദിവസത്തെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ പുറത്തോട്ടേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ സാധാരണ സൂപ്പർ മാർക്കറ്റിൽ ഞാനിങ്ങനെ ഒരാഴ്ചയിലോട്ടേക്ക് ഒരു മെനു ഞാൻ ഉണ്ടാക്കി വെക്കാറുണ്ട്. രാവിലെ എന്താ, ഉച്ചയ്ക്ക് എന്താ, വൈകിട്ട് എന്താണെന്നുള്ളത്, ഒരു എന്തൊക്കെ ഭക്ഷണമാണെന്നുള്ളത് ഞാൻ ഉണ്ടാക്കി വെക്കാറുണ്ട്. അതിന് വേണ്ട സാധനങ്ങൾ എഴുതി വെച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ആഴ്ചയിലൊരിക്കൽ സാധനങ്ങൾ മേടിക്കാറ്. അപ്പം ഇന്ന് മെനുവിൽ മീൻ കറിയും മീൻ വറുത്തതും അതുപോലെ തന്നെ പാലക്കിൻ്റെ തോരനുമായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് ചീര ഇരിക്കുന്നുണ്ടായി, ചുവന്ന ചീര. ഇവിടെ ഞാൻ ഇതുവരെ ഇപ്പം ഇങ്ങോട്ടേക്ക് നമ്മൾ താമസം മാറിയിട്ട് ഒരു 3-4 മാസമായി. ഇതുവരെ ഈ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ ഞാൻ ചീര കണ്ടിട്ടില്ല. അപ്പോൾ ആകെ കൂടെ 2 കെട്ട് ചീരയാണ് അവിടെ ഉണ്ടായിരുന്നത്. അത് ഞാനങ്ങോട്ട് എടുത്ത്. പക്ഷേ വലിയ ഗുണമൊന്നും ഉണ്ടായിരുന്നില്ല, വാടി കുറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷേ എനിക്ക് ചീര എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പം മുതലേ നല്ല ഇഷ്ടമുള്ളൊരു പച്ചക്കറിയാണ് ചീര. ചുവന്ന ചീരേനേക്കാട്ടിലും എനിക്ക് കൂടുതൽ ഇഷ്ടം പച്ചച്ചീരയാണ്. പക്ഷെ അവിടെ ഉണ്ടായിരുന്നത് ഈ ഒരു സാധനം ആയതുകൊണ്ട് ഞാനിത് മേടിച്ചു. വലിയ ഗുണമൊന്നുമില്ല, പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടണ ചീരയ്ക്കെന്നൊക്കെ പറഞ്ഞാൽ മറ്റേ ആ ഒരു പൂവ് ഉണ്ടാവില്ലേ, ആ പൂവ് നമ്മൾ സൂക്ഷിച്ച് മാറ്റിയെടുത്ത് കളയണ്ടേ. അതും കൂടെ നമ്മൾ കറിയിലേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ ഒരു കയ്പ്പ് വരാനുണ്ടല്ലോ. അപ്പം ഇതിൽ അതൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ. അപ്പം ഞാൻ നല്ല സിമ്പിളായിട്ടാണ് ഇതുണ്ടാക്കണത്. അപ്പം അതൊന്ന് ഞാൻ ഇതളൊക്കെ വിടിയിച്ചിട്ടേ ഒന്ന് കഴുകി വാരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പം മിക്സിയുടെ ജാറിലോട്ടേക്ക് കുറച്ച് തേങ്ങ ഇട്ടിട്ട് ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി, പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഒരു നുള്ള് ജീരകം, ചെറിയ ജീരകം, ഇതെല്ലാം കൂടെ ഞാനൊന്ന് മിക്സിയിലൊന്ന് ഒതുക്കിയെടുക്കും. അത്രേ ഉള്ളൂ, ഭയങ്കര സിമ്പിളായിട്ടുള്ളതാണ്. പിന്നെ പണ്ടൊക്കെ ഞാൻ ചീര നന്നാക്കുന്ന സമയത്ത്, അരിയണ സമയത്ത് ഇങ്ങനെ ചെറുതാക്കിയൊന്നുമില്ല, കണ്ടം തുണ്ടൊക്കെ വെട്ടിയിടുമായിരുന്നു. അപ്പൊക്കെ എൻ്റെ വിചാരം ഇതായിരുന്നു, നമ്മൾ എങ്ങനെയൊക്കെ ആക്കിയാലും നമ്മൾ എന്തായാലും കറി വെക്കുകയാണ്, അപ്പോൾ ടേസ്റ്റൊക്കെ ഒരുപോലെ ആയിരിക്കും എന്നാണ്. പക്ഷേ ഈ ചീരയൊക്കെ ഇല്ലേ ഭയങ്കര നൈസായിട്ട് കുനുകുന്ന് അരിഞ്ഞിട്ട് നമ്മൾ കറി വെക്കുമ്പം നമ്മൾ കുറച്ചും കൂടെ ഒരു ഇതില്ലാണ്ട് വലിയ പീസാക്കിയിട്ടൊക്കെ നമ്മൾ അരിയൂലേ, അതിനേക്കാട്ടിലും ടേസ്റ്റ് കൂടുതലാണ് നല്ല നൈസായിട്ട് നമ്മൾ ചീര അരിയും. അപ്പോൾ ഞാൻ ഇന്ന് ആവശ്യത്തിന് സമയം ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ സമയം എടുത്ത് നല്ല രീതിക്ക് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സമയമൊന്നും ഇല്ലെങ്കിൽ കണ്ടം തുണ്ടം ഞാൻ വെട്ടിയിടും കേട്ടോ. പിന്നെ ഞാൻ ചീരയുടെ ഉള്ളിലോട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ ആ ഒരു ഒതുക്കിയ തേങ്ങയില്ലേ അതും കൂടെ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കൈ കൊണ്ട് ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കും. ഇത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ ചീരേൻ്റെ ഇതെന്ന് പറയുന്നത്. എളുപ്പമാണ്, ടേസ്റ്റ് കുറവൊന്നുമില്ല, എനിക്കിഷ്ടമാണ് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്.
പിന്നെ ഇത് പുരട്ടി ഉപ്പൊക്കെ നോക്കിയിട്ട് കറക്റ്റ് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കും, വേപ്പില ഇടും, 2 ഉണക്കമുളകും കൂടി ഇട്ട് പൊട്ടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു തേങ്ങ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് ഇളക്കി കൊടുത്ത് ഇതാക്കും. ലാസ്റ്റ് ഇടയ്ക്ക് ഒന്ന് അടിയിൽ പിടിക്കണ പോലെയൊക്കെ തോന്നുമ്പോൾ ഞാൻ ചെറിയതായിട്ട് വെള്ളം ഒന്ന് താളിച്ചു കൊടുക്കും. അത്രയേ ഉള്ളൂ. നല്ല സിമ്പിളായിട്ട് സംഭവം ചെയ്യാം. അപ്പം ഇന്ന് ഈ ഒരു കറി മാത്രം ഉണ്ടാക്കിയാൽ മതിയില്ല. അപ്പോൾ അതുകൊണ്ട് ചോറൊക്കെ ഓൾറെഡി ഇരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ നേരം കിടന്നുറങ്ങാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ അലാറം വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചിട്ട് ആ ഫയറെല്ലാം അടിച്ചതുകൊണ്ട് എനിക്ക് നേരത്തെ തന്നെ എഴുന്നേറ്റു. കാരണം അത് കഴിഞ്ഞിട്ട് കിടന്നൊരു 11-11:30 ആയപ്പോഴത്തേക്കും ഫയറെല്ലാം അടിച്ചു രാവിലെ ഇട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഉറക്കം വരണുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കുറച്ച് നേരം ഫോണിലൊക്കെ തോണ്ടി കിടന്നിട്ട് ഞാൻ എഴുന്നേറ്റു. അപ്പോൾ നമ്മളുടെ ചീരത്തോരനൊക്കെ അത്യാവശ്യം ആയിട്ടുണ്ട്. പിന്നെ ഏട്ടനെ എണീറ്റിട്ടില്ല. കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് 5 മണിക്ക് പോയാൽ മതി. അപ്പം ഏട്ടനെ ഒരു 2 മണിക്ക് വിളിച്ചാൽ മതിയില്ല. ഇപ്പം എന്തോ 12 എങ്ങാണ്ടും എന്തോ ആയിട്ടുള്ളൂ. അപ്പം ഞാനൊരു കാപ്പിയൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരം കാപ്പിയൊക്കെ കുടിച്ച് അവിടെ ഫോണൊക്കെ തോണ്ടിക്കൊണ്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നേരത്തെ എഴുന്നേറ്റത് കൊണ്ട് ഇങ്ങനെ ഇരിക്കാനുള്ളൊരു സമയം കിട്ടി. അല്ലെങ്കിൽ പിന്നെ രാവിലെ ഞങ്ങളുടെ രാവിലെ സ്റ്റാർട്ട് ചെയ്തത് ഇന്ന് വൈകുന്നേരമാണ്. എഴുന്നേറ്റ് കഴിയുമ്പോൾ തന്നെ വേഗം രാവിലത്തേക്കുള്ള സംഭവങ്ങളൊക്കെയാണ് ഉണ്ടാക്കണം. അപ്പോൾ ചിലപ്പോൾ കാപ്പിയൊന്നും കുടിക്കാറില്ല. കാപ്പി കുടിക്കണമെങ്കിൽ തന്നെ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിലേക്ക് ഇരിക്കാൻ കാപ്പി കുടിക്കേണ്ടാവുക. അപ്പോൾ അതേ ഏട്ടൻ ആ സൈഡിൽ അവിടെ കിടന്ന് ഉറങ്ങണേണ്ടി ഇപ്പോഴും എഴുന്നേറ്റിട്ടില്ല. പിന്നെ അതേ ഇന്ന് പെരുന്നാളൊക്കെയാണ്. അപ്പം നമുക്ക് പെരുന്നാളായിട്ട് ചീരയും ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പം നമ്മൾ ബിരിയാണി പെരുന്നാളിന് ഏട്ടൻ്റെ ഓഫിന് ഇപ്പം ബുധനാഴ്ച ആയിരിക്കും. അപ്പോൾ ചൊവ്വാഴ്ച രാത്രി ഉണ്ടാക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് നമ്മൾ ഇരിക്കുന്നത്. എന്തൊക്കെയായാലും നമ്മൾ ആഘോഷത്തിന് കുറവൊന്നുമില്ല. പക്ഷേ മിക്കതും നമ്മളുടെ ആഘോഷങ്ങൾ ഇപ്പം ക്രിസ്മസ് ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും ആ ഒരു സെയിം ഡേ ആയിരിക്കുമല്ലോ നമ്മൾ ആഘോഷിക്കുക. അന്ന് ഓഫ് കിട്ടാത്തത് കൊണ്ട് ഒരു 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ആഘോഷിക്കുന്നുണ്ടാവുക. അപ്പം എന്തായാലും പെരുന്നാളിൻ്റെ ബിരിയാണി നമ്മൾ ചൊവ്വാഴ്ച ഉണ്ടാക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ അത് ചോറ് ഓൾറെഡി ഫ്രിഡ്ജിൽ ഇരിക്കേണ്ടായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ഒന്നിങ്ങനെ ഇളക്കി കളഞ്ഞിട്ട് പുതിയ വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ തിളപ്പിക്കാറ്. അപ്പോൾ ഇതുവരെ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പോയി. ഇത് കഴിഞ്ഞപ്പോഴാണ് കാര്യങ്ങളിലൊക്കെ ഗതി അങ്ങോട്ട് മാറിയത്. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ പെരുന്നാളായതുകൊണ്ട് ബിരിയാണി കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ മനസ്സിനങ്ങോട്ട് എന്താ പറയുക, ഒതുക്കി ഇല്ല വേണ്ട, ഇന്ന് വേണ്ട, പുറത്തുനിന്നുള്ള ഫുഡ് കൺട്രോൾ ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മൾ ഫുഡ് ഉണ്ടാക്കി. പക്ഷേ ചോറ് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ ഗ്യാസിൻ്റെ പരിപാടി അങ്ങ് തീർന്നു. ഗ്യാസ് വരണില്ല. അപ്പോൾ ഇവിടുത്തെ സെക്യൂരിറ്റി ചേട്ടൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്യാസ് എപ്പോഴെങ്കിലും അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ കയറിയിട്ടൊന്ന് തിരിച്ച് ഒന്നും കൂടെ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ വരുമെന്ന്. ഞാൻ പലതവണ ചെയ്ത് നോക്കി. പക്ഷേ സംഭവം ഒരു ഗതിക്കും പരഗതിക്കും സംഭവം വരണില്ല. ലാസ്റ്റ് എന്നിട്ട് ഏട്ടൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഫുഡ് ഓർഡർ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഫുഡ് ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ അവന്മാർക്കാണെങ്കിൽ പെരുന്നാളായതുകൊണ്ട് ഇങ്ങോട്ടേക്ക് ഡെലിവറി ഇല്ല. വേറൊരു കടയിൽ വിളിച്ച് കഴിഞ്ഞപ്പോൾ അവർ ഫോൺ എടുക്കണമില്ല. അവർ പറഞ്ഞിട്ടും കാര്യമില്ല. പെരുന്നാളായതുകൊണ്ട് നല്ല തിരക്കൊക്കെ ആയിരിക്കും. പിന്നെ എന്ത് കഴിക്കും എന്നുള്ള ചിന്തയിലിരിക്കുമായിരുന്നു. ലാസ്റ്റ് നമ്മൾ ഇവിടുത്തെ സെക്യൂരിറ്റി ചേട്ടനെ വിളിച്ചു. സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞു ഇപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് സെക്യൂരിറ്റി ചേട്ടൻ വന്നു. സെക്യൂരിറ്റി ചേട്ടൻ്റെ കോളിംഗ് ബെല്ല് പുറത്തടിച്ചപ്പോഴത്തേക്കും ഗ്യാസ് വന്നു. എങ്ങനെയാണ് എന്താണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഇനി അവരവിടെ എന്തെങ്കിലും ചെയ്തോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്കറിയാൻ പാടില്ല. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ നമുക്കിന്ന് പെരുന്നാളായതുകൊണ്ട് ബിരിയാണി കഴിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളുടെ ഫുഡ് ഓർഡർ ചെയ്യുന്നത് കൂടുതലായതുകൊണ്ട് അത് കടക്കി പിടിച്ചിട്ട് ഞാൻ കറി ഉണ്ടാക്കിയതാണ്. പക്ഷേ ഇപ്പോൾ ഗ്യാസ് വരണില്ല. എന്തോ കണക്ഷൻ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. അതിൻ്റെ മേലെ കയറിയിട്ട് ഇങ്ങനെയൊക്കെ തിരിച്ച് കഴിഞ്ഞാൽ സാധാരണ വരാറുണ്ട്. പക്ഷെ ഇപ്പം അത് തിരിച്ചു നോക്കിയിട്ടും വരണില്ല. അപ്പം നമ്മൾ ഇന്ന് പെരുന്നാളായിട്ട് ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്യാൻ പോവാം. ചിക്കൻ ബിരിയാണി വരാടാ. പക്ഷെ എപ്പോഴാ അവർ വരികയാണാവോ? ഇപ്പം തിരക്കായിരിക്കും. അപ്പോൾ എൻ്റെ കഥാപ്രസംഗം ഇച്ചിരി നേരത്തെയായി. അപ്പോൾ 2 തവണ കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്തു. എന്നാലും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഇത് സെക്യൂരിറ്റി ചേട്ടൻ വന്നപ്പോഴത്തേക്ക് നമ്മളുടെ ഗ്യാസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോറൊക്കെ തിളപ്പിക്കാൻ വെച്ചു. പിന്നെ മീനും വറക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ മീനും ചൂടാക്കാൻ വേണ്ടിയിട്ടൊക്കെ വെച്ചു. എന്തായാലും പെരുന്നാളായിട്ട് നമുക്കിന്ന് ചീരത്തോരനാണ്. ചിക്കൻ ബിരിയാണി കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് നടന്നില്ല. എല്ലാ റെസ്റ്റോറൻറ്റും തിരക്കൊക്കെ ആയതുകൊണ്ട് നമ്മളുടെ കുറച്ച് ഉള്ളേരിയയാണ്. നമ്മളുടെ തൊട്ടടുത്തായിട്ട് അങ്ങനെ റെസ്റ്റോറൻറ്റ്സ് ഇല്ല. കുറച്ചങ്ങോട്ട് പോകണം. നമ്മുടെ തൊട്ടടുത്തുണ്ട്. പക്ഷെ അവിടെ നമുക്ക് വലിയ തൃപ്തിയൊന്നും വരാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ കുറേ ആൾക്കാർക്ക് ആ കടയൊക്കെ ഇഷ്ടമാണ്. പക്ഷേ എനിക്കെന്തോ അവിടെ നിന്ന് കഴിക്കാൻ ഇതുവരെ തോന്നിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇതുവരെ അവിടെ നിന്ന് ഓർഡറൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഒരു കണക്കിന് അവർ തിരക്കായത് നന്നായി. അല്ലെങ്കിൽ നമ്മൾ ഇന്നും ഓർഡർ ചെയ്ത് കാശ് കളഞ്ഞേനെ. അപ്പോൾ എന്തായാലും നമ്മുടെ വീട്ടിലെ ഭക്ഷണം കഴിക്കാൻ
ആണ് നമുക്ക് യോഗം. ഓരോ അരിമണിയിലും അത് തിന്നണവൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ടെന്നല്ലേ. ഇന്ന് ആ ചിക്കൻ ബിരിയാണി നമുക്ക് തിന്നാൻ വേണ്ടിയിട്ട് യോഗം ഇല്ലേ ഉണ്ണിയെ. അപ്പോൾ അതേ നമ്മളുടെ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, മീൻ കറിയും വെച്ചിട്ടുണ്ടായിരുന്നത്. എന്താണ് ബറാക്കൂടിയോ അങ്ങനെ എന്താണ് ഒരു മീൻ. നമ്മൾ ആദ്യമായിട്ടാണ് ഞാൻ ഈ സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അടിപൊളിയായിരുന്നു. കറി വെച്ചതും സൂപ്പറായിരുന്നു, വറുത്തതും നല്ല രസമുണ്ടായിരുന്നു. നമ്മുടെ ആ ഒരു നടുവിലുള്ള ഒരു വലിയ മുള്ള് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് നല്ല എളുപ്പത്തിൽ കഴിക്കുകയും ചെയ്യാം. നല്ലോണം ഫ്ലഷൊക്കെ ഉണ്ട്, നല്ലതായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് ഇവിടുത്തെ ആ ഒരു സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ ചെന്ന് പരിചയം ചെയ്തുകൊണ്ട് നമ്മൾ അയില മേടിക്കാനാണ് പോയത്. അപ്പോൾ അവിടുത്തെ ആ പുള്ളിക്കാരൻ പറഞ്ഞു ഇത് വെച്ച് കറി ഉണ്ടാക്കി നോക്ക്, നല്ലതായിരിക്കും, മുള്ളൊക്കെ കുറവാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കിയത്. ഈ സാധനം ഇതിനു മുന്നേ ഞാൻ വെച്ചിട്ടൊന്നുമില്ല. എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ കറികളൊക്കെ കൂട്ടി വിഭവസമൃദ്ധമായിട്ട് നമ്മുടെ പെരുന്നാൾ പകുതി ആഘോഷിച്ചു. മുഴുവൻ പെരുന്നാൾ നമ്മൾ ചൊവ്വാഴ്ച രാത്രിയായിരിക്കും ആഘോഷിക്കുന്നുണ്ടാവാമെന്ന് വിചാരിക്കണം. അങ്ങനെയാണ് ഇപ്പം പ്ലാൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ചു, നല്ല ഫുഡൊക്കെ ആയിരുന്നു. പിന്നെയും ഒരുപാട് സമയം ഉണ്ടായിരുന്നു. പിന്നെ അപ്പം ഏട്ടൻ്റെ യൂണിഫോമൊക്കെ ഒന്ന് തേച്ച് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഈ പ്ലഗ് പോയിൻ്റ് ഇല്ലേ, സ്വിച്ച് കുത്തണ പ്ലഗിൻ്റെ പോയിൻ്റൊക്കെ കുറവാണ്. അപ്പോൾ എപ്പോഴും തേക്കണ സമയത്ത് നമ്മൾ നമ്മുടെ വൈഫൈൻ്റെ മോഡം കുത്തിയിട്ടുള്ള സ്വിച്ചില്ലേ അത് ഊരിയിട്ട് ആ സെയിം സ്വിച്ചിലാണ് നമ്മൾ നമ്മുടെ അയൺ ബോക്സും കൂടെ ചെയ്യുന്നത്. പക്ഷെ അത് ഒരു കണക്കിന് നല്ലതാണ്. കാരണം ആലോചിക്കുമ്പം ആ ഒരു തേക്കണ ആ ഒരു കുറച്ച് സമയം മാത്രമാണ് നെറ്റും ഒന്നും ഇല്ലാണ്ട് ഞങ്ങൾ രണ്ടുപേരും ടി വിയും കാണാതെ ഫോണും യൂസ് ആക്കാണ്ട് വെറുതെ കണ്ണിന് കുറച്ച് നേരം റെസ്റ്റ് കൊടുക്കുന്ന ആകെക്കൂടെ കുറച്ച് സമയം എന്ന് പറയുന്നത് ആ ഒരു സമയം മാത്രമാണ്. കാരണം ഫോണിൽ നെറ്റില്ലാണ്ടൊന്നും കാണാൻ പറ്റില്ല, ടി വിയിലാണെങ്കിൽ നെറ്റില്ലാതെ ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ആകെക്കൂടെ ആ ഒരു ചെറിയ സമയം മാത്രമാണ് ഞങ്ങൾ ഫോണും മാറ്റി വയ്ക്കുന്നത്, അതേപോലെ തന്നെ ടി വിയും കാണാതിരിക്കുന്നത്. അപ്പോൾ വേറെ പ്ലഗ് പോയിൻറ്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സംഭവം ചെയ്യണത്. അപ്പോൾ അങ്ങനെ തേപ്പിൻ്റെയും എല്ലാത്തിൻ്റെയും പരിപാടിയൊക്കെ ചെയ്യാണ്. തേക്കണ സമയപ്പോഴത്തേക്കും പിന്നെ ഞാൻ തേക്കണ നേരപ്പോഴത്തേക്ക് ഏകദേശം ഏട്ടന് പോകാനുള്ള സമയമായിട്ടോ 4:45 5 മണിക്ക് ഇവിടെ വണ്ടി വരും. അപ്പോൾ വീട്ടിൽ നിന്ന് 4:45 ആകുമ്പോഴത്തേക്ക് ഏട്ടൻ ഇറങ്ങും. അപ്പം നമ്മൾ കുറച്ച് ഗ്യാപ്പ് വന്നുകൊണ്ട് വൈകുന്നേരം ആകുമ്പം ഏട്ടനാണെങ്കിലും ഉറക്കത്തിൻ്റെ ഒരു ഇതാവും. നമുക്ക് നൈറ്റ് ഡ്യൂട്ടി എന്നൊക്കെ പറയണത് എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല. പക്ഷേ കുറച്ച് ആൾക്കാർക്ക് നൈറ്റ് ഡ്യൂട്ടി മാത്രം ചെയ്യാൻ ഇഷ്ടമുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്കും ഏട്ടനും ഈ ഒരു സമയം ഇഷ്ടമല്ല. പക്ഷേ ഏട്ടൻ്റെ ഒരു ഫീൽഡ് ഇതായതുകൊണ്ട് നമുക്ക് ഇത് തന്നെയാണ് പറ്റുള്ളൂ. പക്ഷെ എപ്പോഴും അല്ല, നമ്മൾ മാറി മാറി ചെയ്യണമല്ലോ. ഇപ്പം ഇവരുടെ വേറെ സൂപ്പർവൈസർ ഒരാളുണ്ട്, അവനാണ് മിക്കപ്പോഴും നൈറ്റ് ചെയ്യാറ്. പക്ഷെ അവനും ആഗ്രഹം ഉണ്ടാവുമല്ലോ മോർണിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ഏട്ടനും ഇവരും മാറി മാറിയിട്ടാണ് ചെയ്യുക. അപ്പം ഏട്ടൻ്റെ യൂണിഫോമിൻ്റെ ബാക്കിയെല്ലാം പാൻറ്റും ഷർട്ടും ഒക്കെ ഞാൻ ഇവിടെ തന്നെ അലക്കാറ്. നമ്മളുടെ കോട്ട് ഏട്ടൻ അവിടെ അവരുടെ ഇതിൽ ലോണ്ട്രിയിൽ കൊടുക്കും. അപ്പം 2-3 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അലക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് പൊതിഞ്ഞു കൊടുത്ത് വിടുകയാണ്. ഈ ഒരു സംഭവം നമ്മുടെ വാഷിംഗ് മെഷീനിലിട്ട് അലക്കി കഴിഞ്ഞാൽ ശരിയാവുമൊന്നുമില്ലല്ലോ. അപ്പം അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു. ഏട്ടൻ പോയി അലക്കാൻ വേണ്ടിയിട്ട് തുണി എടുത്തപ്പോഴാണ് പെരുന്നാളിൻ്റെ ദിവസമായിട്ട് എനിക്ക് 2ാമത്തെ 8ൻ്റെ പണിയെന്നൊന്നും പറയാൻ പറ്റില്ല. ഇതിന് 8 അല്ല 16 അതൊക്കെ മേലെ ഉണ്ടെങ്കിൽ ആ ഒരു പണിയാണ് എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത്. എന്താണെന്ന് നിങ്ങളിപ്പോൾ തന്നെ കണ്ടോ. എന്താ സംഭവം എന്ന് മനസ്സിലായില്ല അല്ലേ. നമ്മൾ കൈ തുടയ്ക്കുന്ന ഒരു ടർക്കിയുണ്ട്, ആ ഒരു സാധനം കഴിഞ്ഞ ദിവസം വെള്ളത്തിൽ വീണ് നനഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അത് കൊണ്ടുവന്നിട്ട് നമ്മളുടെ തുണി അലക്കാണ്ടിടുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അങ്ങോട്ട് ഇട്ടു. എൻ്റെ മനസ്സിൽ ആ ഒരു ചിന്ത പോയില്ല, അത് കളറിളകുമെന്ന്. ഏട്ടൻ്റെ യൂണിഫോമിൻ്റെ 2 വെള്ള ഷർട്ടുകൾ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ കാണുന്നുണ്ടോ, നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഒരു ഷർട്ട് കംപ്ലീറ്റ് നശിച്ചു പോയി. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു പിടിയില്ല. മറ്റു ഷർട്ട് എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പം അതിൻ്റെ കോളറിലും ചെറിയൊരു വ്യത്യാസം. ഈ ഒരു വെള്ള കളർ ഷർട്ടിലൊക്കെ ഒരു ചെറിയ ഇത് പിടിച്ചു കഴിഞ്ഞാൽ തന്നെ പണി കിട്ടൂലേ. ഏട്ടൻ എന്നൊന്നും പറയുമൊന്നുമില്ല. ഇപ്പം ഏട്ടൻ പറയാം അത് സാരമില്ല എന്ന് പറയാം. പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു ഇത് പിട്ടി. ഞാനാണെങ്കിൽ ഈ ഒരു സംഭവം സൂക്ഷിച്ചൊക്കെ കൊണ്ട് നടക്കണ്ടായിരുന്നേ. അയ്യോ, ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എന്താണ്ടൊക്കെ ഞാൻ പറയേണ്ടത് തന്നെ മിക്കവാറും മ്യൂട്ട് ചെയ്യും. അപ്പോൾ എന്താ പറയുക, ഈ വെള്ള ഷർട്ട് വേറെ ഒന്നിൻ്റെയും കൂടെ ഇടാണ്ട് അങ്ങനെ കുറേ സൂക്ഷിച്ചൊക്കെ കൊണ്ട് നടന്നിട്ട് ലാസ്റ്റ് പണി കിട്ടി. അപ്പോൾ പിന്നെ ഞാൻ വേഗം യൂട്യൂബിലൊക്കെ തപ്പിയിട്ട് എങ്ങനെ ഈ സാധനം കാട്ടിക്കളയാം എന്നൊക്കെ ഞാൻ കുറേ തപ്പി. അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഞാൻ ചെയ്ത് നോക്കുന്നുണ്ട്.
അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം. അപ്പം ഞാനത് യൂട്യൂബിൽ ഒരു വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞപ്പം അതിൽ പറയുന്നുണ്ട്, നമ്മൾ ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കുറച്ച് വിനാഗിരിയും സോപ്പ് പൊടിയും കൂടെ ഒക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിങ്ങനെ ഒരു 3-4 മണിക്കൂർ വെക്കുക. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അലക്കി കഴിഞ്ഞ് ഞാൻ പോകും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചും കൊണ്ട് കൂടുതൽ ആദ്യം ഞാൻ വിചാരിച്ചു 2 ഷർട്ടും കൂടെ ഒരുമിച്ചിടാന്ന്. പിന്നെ അവർക്ക് വേണ്ട, ഒരു ഷർട്ടിൻ്റെ കോളറിൽ ഒരു പൊടിക്ക് ഒരു ചെറിയ പൊട്ട് പോലെയേ ഉള്ളൂ. മറ്റേ ഷർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാത്ത ഭാഗത്താണ് നമ്മൾ ഷർട്ട് ഇൻ ചെയ്യുമ്പം നമുക്ക് മനസ്സിലാവില്ല അവിടെ കളർ ഉണ്ടെന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ലല്ലോ, ഒരു ഇതിലിരിക്കുമ്പോൾ നമ്മളങ്ങനെ യൂണിഫോം ഇട്ടിട്ട് പോകുമ്പോൾ നമ്മൾ മര്യാദയ്ക്ക് ഇട്ടിട്ട് പോകണമല്ലോ. ഇൻ കേസ് എപ്പോഴെങ്കിലും ഏട്ടന് പുറത്തേക്ക് ഇടേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നാട്ടുകാർ മൊത്തം ആ കളർ കാണൂലേ. അപ്പം ഞാൻ ആദ്യത്തെ പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ബക്കറ്റിനുള്ളിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വിനാഗിരിയും കുറച്ച് സോപ്പ് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ കുറച്ച് ഒരു 3-4 മണിക്കൂർ ആ ഷർട്ട് അതിൻ്റെ ഉള്ളിൽ മുക്കി വയ്ക്കാൻ പോകാം കേട്ടോ. സൂക്ഷിച്ച് കൊണ്ട് നടന്നതാണ്, വെട്ടില്ലേ, സൂക്ഷിച്ച് കൊണ്ട് നടന്നതാണ്. എന്നിട്ട് കറക്റ്റ് അത് ഇന്നലെ ഞാൻ ബാത്റൂമേ തുടച്ച് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞപ്പം വെള്ളം കുറച്ച് ബാത്റൂമിൻ്റെ പുറത്തോട്ടേക്ക് വന്നു. അപ്പം ഞാൻ തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് അലക്കാൻ വേണ്ടിയിട്ട് കിടക്കുമായിരുന്നു. അപ്പം ഞാനത് നിലത്തിട്ടിട്ട് ഒന്ന് തുടച്ചിട്ട് നമ്മുടെ തുണിയുടെ ബിന്നിൽ അതിൽ കൊണ്ടുവന്നിട്ട് അത് കളർ ഇളകണ കാര്യം ഞാൻ മറന്നുപോയി. അപ്പം അതിൻ്റെ ഇടയിൽ ഏട്ടൻ്റെ ഷർട്ടും കിടക്കണ്ടായിരുന്നു. പുതിയത് 3 അവർ തന്നതാന്നേ. ഇപ്പം ഒരെണ്ണത്തിൻ്റെ താഴെ അത്യാവശ്യമായിട്ടുണ്ട്, വേറൊരെണ്ണത്തിൻ്റെ കോളറിലും ആയിട്ടുണ്ട്, ഒരെണ്ണം ഇട്ടിട്ട് പോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ പഴയത് ഒരെണ്ണം ഇരിക്കുന്നുണ്ട്, ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് 2 ഷർട്ട് ഉണ്ട്. എന്നാലും നോക്കി നോക്കാം. യൂട്യൂബിൽ കണ്ടേക്കണേ കണ്ടോ ഞാനിങ്ങനെ വിനീഗറും സോപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ പോകുന്നു. ബേക്കിംഗ് സോഡ ഇട്ടാ ഇങ്ങനെയാണാവോ, നോക്കി നോക്കാം. പല ഞാൻ ഇനി ഇത് വർക്കായില്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊന്ന് തപ്പി നോക്കട്ടെ ഇട്ടാ. അപ്പം ഞാനേ മറ്റേ ഡ്രസ്സ് ഉണ്ടല്ലോ കുറച്ച് നേരം സോപ്പ് വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് ബേക്കിംഗ് സോഡയിൽ ഇതാക്കി വെച്ചിട്ടുണ്ട്. ഒരെണ്ണം ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത്, ഈ ഒരു ഭാഗത്താക്കിയിട്ട് ഒരു ഇച്ചിരി അയക്കണ വെച്ചിട്ടുണ്ട്. കൂടുതൽ അയക്കണത് ഞാൻ ബാത്റൂമിൽ കൊണ്ട് ഇട്ടു. അപ്പോൾ അത് നമുക്ക് നോക്കാം, ഒരു 2-3 മണിക്കൂർ അങ്ങനെ വെക്കണം എന്നാണ് പറഞ്ഞിരിക്കണേ. പിന്നെ വേറൊരു വീഡിയോ ഞാൻ നോക്കിയപ്പം ഒരു മലയാളി ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു പാത്രത്തിൽ നമ്മുടെ തുണി ഇട്ടിട്ട് 1 സ്പൂൺ സോപ്പ് പൊടി ഇടാം, നന്നായിട്ട് വെട്ടി തിളപ്പിക്കുകയാണ്. എന്നിട്ട് നമ്മളത് ഉറച്ച് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പോകും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ കമൻസ് നോക്കിക്കഴിഞ്ഞപ്പം ഒരുപാട് ആൾക്കാർ ചെയ്ത് നോക്കിയിട്ട് യൂസ്ഫുൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതിപ്പം സ്റ്റാർട്ട് ചെയ്തതല്ലേ, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അത് നോക്കും. അതിന്ന് നോക്കൂല, ഞാൻ നേട്ടിനുള്ള സമയത്ത് ആ വക പരിപാടിയൊക്കെ ചെയ്യുള്ളൂ. കാരണം ഇങ്ങനെ തിളപ്പിക്കുക, ഈ വക സോപ്പ് പൊടിയിട്ടൊക്കെ വെള്ളം ചൂടാക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല എത്രത്തോളം നല്ലതാണെന്നൊന്നും. അപ്പോൾ ഈ എന്തെങ്കിലും പൊട്ടിത്തെറി പണ്ടാരൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കാൻ ഒരാൾ വേണ്ടേ. അതുകൊണ്ട് ഏട്ടനുള്ള സമയത്ത് ഞാനത് ചെയ്യണുള്ളൂ. അപ്പോൾ എന്തായാലും ഇപ്പോഴത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഡ്രസ്സുണ്ട്. അപ്പം ഇത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അപ്ഡേറ്റ് ഞാൻ പറയാം കേട്ടോ. ഇനിയിപ്പം പ്രത്യേകിച്ച് ഒന്നുമില്ല, എൻ്റെ വർക്കും കാര്യങ്ങളും എന്താ വെച്ചാൽ ഇപ്പം ഞായറാഴ്ചയല്ലേ, അപ്പോൾ ഞാൻ ഇന്ന് അതിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല. പിന്നെ നമ്മുടെ അല്ലാത്ത കുറച്ച് അൽക്കൊലത്ത് പരിപാടികളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂടെ ചെയ്തിട്ട് നമുക്കിനി വെളുപ്പിന് കാണാം കേട്ടോ. ഇനിയിപ്പോൾ ഏട്ടൻ ഞാൻ പറഞ്ഞ പോലെ 4 മണിക്കാണ് വരിക. അപ്പോൾ അതിന് മുന്നായിട്ടായിരിക്കും കുറച്ച് നേരം കഴിഞ്ഞിട്ടൊക്കെയായിരിക്കും കുക്കിംഗ് ഒക്കെ ഉണ്ടാക്കുക. രാത്രി ചപ്പാത്തിയും പരിപ്പേറിയും ഉണ്ടാക്കാമെന്ന് വിചാരിക്കണം. അപ്പം നമുക്ക് ആ സമയത്ത് കാണാം. അതെ, ഞാൻ ഓരോന്നൊക്കെ കണ്ടിരുന്ന് അറിയാണ്ടൊക്കെ ഉറങ്ങിപ്പോയി. ഞാൻ പരിപ്പേറി ഉണ്ടാക്കിയിട്ടോ ഫോൺ നോക്കിയിട്ട്. ദേ ഇപ്പം സമയം കണ്ടോ, ഇതിൽ കാണാൻ പറ്റുള്ളൂ, നിങ്ങൾക്കറിയാം, തല തിരിഞ്ഞിരിക്കും കാണുന്നുണ്ടാവുക. ഇപ്പം സമയം വെളുപ്പിന് 2:31 ആയിട്ടുണ്ട്. നമുക്ക് 4 മണിയാകുമ്പോഴേക്കും ഏട്ടൻ വരണ്ടാവുക. അപ്പം ഞാൻ പരിപ്പ് കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചപ്പാത്തിക്കും കൂടെ പരത്തിയിട്ട് കുഴച്ചിട്ട് പരത്തി വെക്കണം. അപ്പോൾ ഇച്ചിരി ഉറക്കപ്പിച്ചൊക്കെ ആയതുകൊണ്ട് കുക്ക് ചെയ്യണത് കാണിക്കാനൊരു മൂടുണ്ടായിരുന്നില്ല. പിന്നെന്താ, പിന്നെ ഒരു ഷർട്ടിൻ്റെ കോളറിൽ മാത്രം ഒരു ഇച്ചിരി എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ സംഭവം പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇച്ചിരി സോപ്പ് പൊടി വിനാഗിരി ഈ വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് ആ കറ ആയ സ്ഥലത്ത് നമ്മളുടെ ബേക്കിംഗ് സോഡയില്ലേ, ബേക്കിംഗ് സോഡയും കൂടെ കുറച്ചേരം ഒന്ന് പെരട്ടി ഒരു 3-4 മണിക്കൂർ വെച്ചിട്ട് ഞാൻ വാഷിംഗ് മെഷീനിൽ 2 പ്രാവശ്യം അലക്കണത്. സാധാരണ 1 തവണ അലക്കാറുള്ളൂ, ഇത് 2 തവണ അലക്കിയിട്ടാണ് പിന്നെ സ്പിൻ ചെയ്തെടുത്തത്. അപ്പോൾ ഇപ്പം സംഭവം പോയിട്ടുണ്ട്. ഇനി ഈ ഒരു വെളിച്ചത്തിൽ കണ്ടിട്ടാണോന്ന് എനിക്കറിയാൻ പാടില്ല. നാളെ രാവിലെ എഴുന്നേൽക്കുമ്പം
അത് പോയിട്ടുണ്ട്. അത് പക്ഷെ വളരെ കുറച്ചായിട്ടുണ്ടായിരുന്നുള്ളൂ. മറ്റേ സാധനം ഞാൻ തൊട്ടിട്ടില്ല. അത് ബാത്റൂമിൽ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പരിപ്പ് കറി എവിടെയാ, നമ്മളുടെ സാധാ പരിപ്പ് കറിയില്ലേ, സ്ഥിരം നമ്മളുടെ സാധാ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനിയിപ്പം ചപ്പാത്തിക്കും കൂടെ ഒന്ന് കുഴച്ച് വെക്കണം. അത്രയൊക്കെ തന്നെ ഉള്ളൂ. അതിപ്പോൾ പ്രത്യേകിച്ച് കാണിക്കാൻ വേണ്ടി മാത്രം ഒന്നുമില്ലല്ലോ ചപ്പാത്തിക്ക്. പിന്നെ ഒരു ഉറക്കപ്പിച്ചായതുകൊണ്ട് അത്ര സുഖമില്ല. രാവിലെ ഡ്യൂട്ടിയുള്ള സമയത്ത് വീഡിയോ എടുക്കുന്ന പോലെ അത്ര സുഖമായിട്ട് ഇപ്പം എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഈ ഒരു ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ്. എനിക്ക് ഭയങ്കര പാടായി ഈ ഒരു സമയം പോകാൻ വേണ്ടിയിട്ട്. മോർണിംഗ് ഡ്യൂട്ടി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വർക്കും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് സമയം കൂടി പോകും. നൈറ്റ് ആകുമ്പോൾ എനിക്ക് ഒരു സമയമുണ്ടല്ലോ എൻ്റെ വർക്കുകൾ ചെയ്യണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ഫ്ലോയിൽ വർക്കുകൾ ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ. ഇപ്പം മറ്റേ കാൻഡിഡേറ്റ്സിന് ഇപ്പം വിളിക്കലും മെസ്സേജ് അയക്കലും അങ്ങനത്തെ സംഭവമൊക്കെ ആണെങ്കിലും തന്നെ ഒരു ലിമിറ്റ്, ഒരു സമയപരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് സമയം പോവില്ല. അപ്പോൾ എന്തായാലും ഞാൻ ചപ്പാത്തിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ഇരുന്ന് കാണും. അപ്പോഴത്തേക്കും 4 മണിയാവും. അപ്പം നമുക്കിനി ഏട്ടൻ വന്നിട്ട് കാണാം. പിന്നെ ഞാൻ ചപ്പാത്തിക്കൊക്കെ കുഴച്ച് പരത്തി വെച്ച് കുറച്ച് നേരം ഒരു സീരീസൊക്കെ എക്സോ കിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു സീരീസൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ടുകൊണ്ടിരുന്നു. അപ്പോഴത്തേക്കും 4 മണിയായി. പിന്നെ ഏട്ടൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെ ഇതേ ചപ്പാത്തി ഒന്ന് ചുടാൻ വേണ്ടിയിട്ട് പോവാണ് നമ്മളുടെ. അങ്ങനെ ഇതൊക്കെ സെറ്റ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവാം. അപ്പോൾ ഇന്ന് പരിപ്പ് കറി ആയതുകൊണ്ട് എൻ്റെ കെട്ടിയവന് അത്ര തൃപ്തി വന്നിട്ടില്ല. പുള്ളിക്കാരന് മുട്ടയോ അങ്ങനെ എന്തെങ്കിലും, ഉരുളക്കിഴങ്ങാണെങ്കിലും കുഴപ്പമില്ല. പരിപ്പ് കറി ആകുമ്പോൾ പുള്ളിക്കാരന് വയറ് നിറയാത്തൊരിതാണ്, ഒരു തൃപ്തിയില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതേ ഉടനെ തന്നെ പുള്ളി മാഗി ഉണ്ടാക്കാൻ വേണ്ടി കയറി. എല്ലായിടത്തെയും പോലെ ഇവിടെ ഫയറല എപ്പോഴും പിടിക്കും. അതുകൊണ്ട് ഇതെന്താ വെച്ചാൽ ഏട്ടൻ പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ചും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വെളിച്ചെണ്ണ ചൂടായി ഒരു ചെറിയ ഒന്ന് പുക വരുമ്പോഴത്തേക്ക് ഇവിടെ ഫയർ അലാം അടിച്ചു തുടങ്ങും. 4 മണി സമയത്ത് നമ്മൾ കാരണം ഇനി അത് അടിച്ചിട്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അതിന് ചീത്ത പറഞ്ഞുകൊണ്ട് വേറെ സവാള ഇടാൻ പറഞ്ഞു. അപ്പോൾ വലിയ കാര്യം പറയാം, നീ വരണേക്കാട്ടിലും മുൻപ് ഞാൻ ആ കുക്ക് ചെയ്തിട്ടുള്ളത്, ഞാൻ കുറേയൊക്കെ നാളായി ഈ പണിയൊക്കെ തുടങ്ങിയിട്ടെന്നും പറഞ്ഞുകൊണ്ട് എന്നെ പുച്ഛിച്ചും കൊണ്ട് എനിക്ക് മാഗി തരൂല എന്നും പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ കുശുമ്പ് കുത്തി ഉണ്ടാക്കിയിട്ട് എന്തായി, മാഗിക്ക് ഉപ്പ് കൂടിപ്പോയി, നന്നായുള്ളൂ. നിന്റെ കുശുമ്പൊക്കെ ഞാനിടും. പിന്നെ അവിടെ സൈഡിൽ പുള്ളിപ്പുലിയും ആട്ടുകുട്ടിയും ആ സിനിമ നമ്മളങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറേ സിനിമ ഇരുന്ന് കാണുമ്പോൾ അതിൽ കുറേ ചിരിക്കാനുണ്ടല്ലോ. അപ്പോൾ വലിയ പുളി സാധനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞതാണ്. പക്ഷേ ഉപ്പ് കൂടിപ്പോയി. എന്താ സംഭവം, ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇച്ചിരി ഉപ്പ് കൂടിപ്പോയി. അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ഏട്ടൻ പിന്നെ സവാള, ഇഞ്ചി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടൊക്കെ ചെയ്യുക. ഞാനാണെങ്കിൽ എളുപ്പപ്പണിക്ക് വെറുതെ മസാല ഇട്ട് അങ്ങനെ ചെയ്യാറുള്ളൂ. അപ്പോൾ എന്തായാലും പിന്നെ വേഗം കിടന്നുറങ്ങി. ഉറക്കപ്പിച്ചൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് നല്ല. ഈ സമയമാകുമ്പം അതാണ്. പിന്നെ കുറച്ച് നേരം അങ്ങനെ ടി വി കണ്ടിരിക്കാനുള്ള മൂഡൊന്നും ഉണ്ടാവില്ല. വേഗം ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ തന്നെ കിടന്ന് ഉറങ്ങാനുള്ളൊരു ഇതാണ്. എനിക്ക് എത്ര നാൾ ഇത് കണ്ടിന്യൂ ചെയ്താലും ഈ ഒരു സമയം എനിക്കത്ര ഇഷ്ടമുള്ള സമയമൊന്നുമല്ല. അപ്പം അത്രയേ ഉള്ളൂ. ശരി.